വിഷമത്തോടെ ദുഃഖിതനായി നിൽക്കുന്ന ഖുബൈബിന്റെ അടുത്തേക്ക് അതാ ഇറങ്ങി വരികയാ. ഖാബിദുൽ അർവാ അസ്റായീൽ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ഖുബൈബിനോട് പറയുകയാ, ഖുബൈബേ കരയണ്ടടാ കരയണ്ടടാ. യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അഅദാഇ ബിൽ മദദി മുജീറ ഇർദി വഖുദ് ബിയദി മദാ മുദദി خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر جيلاني. الله നമ്മുടെ ഈ സദസ്സിനെ ഖബൂലാക്കട്ടെ. നമ്മുടെ ഈ ഒത്തുകൂടൽ അല്ലാഹു സാലിഹായ സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ. സദസ്സിലും വേദിയിലേക്ക് ഉപവിഷ്ടരായ ഉമറാക്കള്, ഉലമാക്കള്, ഇനി പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, വേണ്ടോളം എല്ലാവരെയും വേണ്ടതുപോലെ പരിഗണിച്ച് ആശംസകളിലൂടെ, പ്രത്യേകിച്ച് സ്വാഗത പ്രസംഗത്തിലൂടെ ഇവിടെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ആശംസ നടത്തിയിട്ടുണ്ട്, നന്ദി അറിയിച്ചിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പറയുന്നത് കേൾക്കുന്നത് അള്ളാഹു സാലിഹായ സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ ഒത്തുകൂടൽ പടച്ച റബ്ബേ നിന്റെ അനുഗ്രഹങ്ങളുടെ സോപാനമായ കലവറയായ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടുവാനുള്ള വലിയ ഒരു സബബാക്കി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ വേദിയിലെ സദസ്സിൽ ഒരുപാട് രോഗികളുണ്ട് റഹ്മാനെ. എല്ലാവരുടെ രോഗങ്ങളും നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പ്രയാസപ്പെടുന്നവരുണ്ട്, ദുരിതം അനുഭവിക്കുന്നവരുണ്ട്, എല്ലാവർക്കും റഹ്മാനായ അല്ലാഹ് സലാമത്ത് നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ അല്ലാഹ്. ഒരാളെയും പരീക്ഷിക്കല്ല റബ്ബേ. പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ഈ പുല്ലശ്ശേരിയിലെ ചെറുചെറുക്കുള്ള ചെറുപ്പക്കാരായ നാളത്തെ ദീനിന്റെ ഹാദിമീങ്ങളായ പുലിക്കുട്ടികളാകുന്ന പ്രിയപ്പെട്ട യുവാക്കൾ, യാ അല്ലാഹ് നീ അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരാഴ്ചയോളമായി ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, പ്രിയപ്പെട്ട യുവാക്കളെ നീ കൈവടിയല്ല റഹ്മാനെ. ഒന്നും ആഗ്രഹിക്കാതെ പടച്ചറബിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കാംക്ഷിച്ചുകൊണ്ട് അല്ലാഹുവേ, അവരെ നടത്തുന്ന പ്രോഗ്രാം ഇതിനു വേണ്ടി ശാരീരികമായി സാമ്പത്തികമായി സഹായിച്ച ഒട്ടനേകം ആളുകളുണ്ട്. യാ അല്ലാഹ്, എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഒരു സുദീർഘമായ ഒരു ഭാഷണത്തിന് ഉതകുന്ന പറ്റുന്ന സദസ്സല്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ സംഘാടകർ എപ്പോ സ്റ്റോപ്പ് എന്ന് പറയുന്നവർ എന്റെ പരിപാടി സ്റ്റോപ്പ് ആകാത്തിക്കരുത്. ഇത് അഖില കേരള പ്രോഗ്രാമിന്റെ പരിപാടിയാണ്. അവിടെ നിങ്ങൾ ഓക്കെ ആയി കഴിഞ്ഞാൽ ഒരു കോൾ അടിക്കുക, അല്ലെങ്കിൽ ഓക്കെ എന്ന് കാണിച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് ഞാൻ അപ്പൊ അവസാനിപ്പിക്കും, എന്റെ സംസാരം ദീർഘിപ്പിക്കുകയില്ല. നിങ്ങൾ എപ്പോ ഓക്കെ പറയുന്നു, അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി, അപ്പൊ ഞാൻ എന്റെ സംസാരം നിർത്തും. അല്ലാഹു കബൂലാക്കട്ടെ. നല്ലൊരു ദീനിന്റെ സദസ്സാണല്ലോ എന്റെ പ്രിയമുള്ളവരെ. ധാരാളം ആളുകൾ അങ്ങുമിങ്ങും ഗ്രൗണ്ടുകളിലൂടെ റോഡുകളിലൂടെ നിൽക്കുന്നവരുണ്ട്. കസേര ഫുള്ളായിട്ടുണ്ട്. പ്രിയപ്പെട്ട സംഘാടകർ കൊടുക്കണം. കാരണം ഇവർക്കൊക്കെ സ്വർഗത്തിന്റെ വക്കത്ത് നിന്നാ പോരാ, സ്വർഗത്തിലേക്ക് കടക്കണല്ലോ. ആ അനുഗ്രഹങ്ങളുടെ സോപാനമായ സ്വർഗീയ ലോകത്തേക്ക് കടക്കണമെങ്കിൽ ഈ സോപാനമാകുന്ന ഭൂമിയുടെ സ്വർഗമായ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന എന്ന മദീനത്തെ മലർവനിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ ലോകത്തിന്റെ പ്രാപഞ്ചിക ലോകത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ നബി മുഹമ്മദ് മുസ്തഫ, ആ
ആ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘാടകർ അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അവിടെ കസേര ധാരാളമുണ്ട്, അത് നിങ്ങൾ ഇട്ടുകൊടുത്ത് എല്ലാവരെയും ഈ സദസ്സിലേക്ക് നിങ്ങൾ ആനയിക്കണം, കൊണ്ടുവരണം, ക്ഷണിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കുമാറാകട്ടെ, അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഇവിടെ പ്രിയപ്പെട്ട യുവാക്കളെ പ്രശംസിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി അഥവാ ഒരു പൈസ ഷോർട്ട് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഈ പ്രശംസിച്ച എല്ലാവരും കഴിയുന്ന രൂപത്തിലൊക്കെ സഹായിക്കുമാണ്. എല്ലാരും നിങ്ങളെ കൊണ്ട് രൂപത്തിൽ ഇത് അവർക്ക് ഉള്ള ധാരാളം ആളുകൾ ഇത് ജോലിയില്ലാത്തവരാണ്, പണിയും കൂടി ഇല്ലാത്തവരാണ്, ഉള്ളത് തുച്ഛമായ ശമ്പളം കൊണ്ട് ചെയ്യുന്നവരാ. അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞത് എന്താ? നല്ല പരിപാടിയാണ്, നല്ല പരിപാടിയാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഥവാ എന്തെങ്കിലും പ്രിയപ്പെട്ട പാവങ്ങൾക്ക് ഷോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും സുന്ദരമായ, ഇത്രയും പ്രൗഢഗംഭീരമായ ഈ സദസ് ഇവിടെ സെറ്റ് ചെയ്ത ഇതിനു വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ഇതിങ്ങനെ സെറ്റ് ചെയ്ത ഇവർക്ക് വേണ്ടി ഇനി ഒരു നഷ്ടമുണ്ടായിക്കൂടാ. ഇതിനുവേണ്ടി ധാരാളം പാതിരാ സമയങ്ങൾ ഉറക്കമൊഴിച്ചിട്ടുണ്ട്. ഈ വിനീതന്റെ റൂമിലടക്കം വന്ന് കുറെ സമയം എന്ത് ചെയ്യും പണത്തിന് വേണ്ടി എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കണമെന്ന് ആമുഖമായി കൊണ്ട് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നാം എല്ലാവരും പടച്ച റബ്ബിന്റെ വിളിക്കുത്തരം നൽകി ഇന്നല്ലെങ്കിൽ നാളെ റബ്ബിലേക്ക് യാത്ര പോകേണ്ട ആളുകളാണ്. ഇവിടെ ആരും ശാശ്വതന്മാരല്ല. എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഇന്ന് എത്ര സുഖാഡംബരങ്ങളോടുകൂടെ ജീവിക്കുന്ന ആളുകളാണെങ്കിലും അള്ളാഹുവിന്റെ ബർസഖിയായ ജീവിതത്തിലേക്ക്, അള്ളാഹുവിന്റെ ബർസഖിയായ ലോകത്തേക്ക് യാത്ര തിരിക്കേണ്ടവരാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയത് സാധാരണ ഒരുമിച്ച് കൂടാറുള്ളത് താടി നിറച്ച ആളുകളാണെങ്കിൽ ഇന്ന് താടി കറുത്ത ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് ധാരാളമുണ്ട്. ഈ എന്റെ പ്രിയപ്പെട്ട പാരാഭാരം പോലെ ഈ പുല്ലശ്ശേരി ഗ്രൗണ്ടിൽ പാരാഭാരം പോലെ ഒരുമിച്ച് കൂടിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ പറയുകയാണ്, ഒരൊറ്റ നസീഹത്തുള്ളൂ, ഉദ്ഘാടന ഭാഷകൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് ഉണർത്തുവാനുള്ളൂ. അസ്സലാ അസ്സലാ അസ്സലാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര വലിയ കളിയിലാണെങ്കിലും മണിക്കൂറുകളോളം വെയിൽ കൊണ്ടുകൊണ്ട് ചൂട് കൊണ്ടുകൊണ്ട് കളിക്കുന്ന സമയത്ത് 1.5, 2, 3 മണിക്കൂർ നമ്മൾ ഫുട്ബോൾ കളിക്കുന്നവരാണ്, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നവരാണ്, ഷട്ടിൽ കളിക്കുന്നവരാണ്, അതല്ലെങ്കിൽ മറ്റു ആക്ടിവിറ്റികളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. 5 വഖത്ത് നമസ്കാരത്തിന് എന്റെ പ്രിയമുള്ളവരെ വളരെ തുച്ഛമായ സമയങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടുള്ളൂ. അത് നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, നാം ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് 6 കാലുള്ള വാഹനത്തിൽ ആ കാണുന്ന പള്ളിക്കാട്ടിലേക്ക്, പുല്ലശ്ശേരിയുടെ പള്ളിക്കാട്ടിലേക്ക് പോകേണ്ടവരാണ് ധാരാളം ആളുകൾ ഇവിടെ. ആ മൈലാഞ്ചി ചെടികൾക്കിടയിൽ നമ്മൾ കിടന്നുറങ്ങേണ്ടവരാണെന്ന ഉത്തമ ബോധ്യം എപ്പോഴും എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പല പ്രോഗ്രാമുകൾക്കും സാക്ഷ്യം വഹിച്ചതാണെന്ന് ഇവിടുത്തെ പലരും സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. നമ്മുടെ സഹോദര മതസ്ഥരായ ഹൈന്ദവരുടെ പൂരം നടക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഗ്രൗണ്ടാണ്. എന്തുകൊണ്ടും സമ്പുഷ്ടമാണ്. ജാതി മതഭേദമന്യേ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഓർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു പ്രദേശമാണ്. പുരുഷമാരെ അണിഞ്ഞ് ക്രൈസ്തവരും ശരണം വിളിക്കുന്ന ഹൈന്ദവരും നമസ്കാരം ചെയ്യുമുള്ള മുസൽമാനും ഐക്യത്തോടെ പോകുന്നവരാണ്. ആരെങ്കിലും ഇതര മതസ്ഥരിൽപ്പെട്ട ആളുകളുണ്ടെങ്കിൽ അവർക്ക് എന്റെ ഇസ്ലാമിന്റെ തത്വമധിഷ്ഠിത അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നാം എല്ലാവരും നാളെ മരിക്കേണ്ടവരാ. അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകിയിട്ട് ബർസഖിയായ ലോകത്തേക്ക് യാത്ര തിരിക്കേണ്ടവരാ. നിങ്ങൾക്കറിയുമോ ആരാണ് മൈക്കിൾ ജാക്സൺ എന്ന് നിങ്ങൾക്കറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, 150 കൊല്ലം ജീവിക്കണമെന്ന് ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ആയിരക്കണക്കിന് ഡോക്ടർമാരെ തന്റെ ഓരോ ശരീരത്തിലെ പാർട്സുകൾക്ക് എന്തെങ്കിലും വീക്ക്നെസ് വരുമോ, എന്തെങ്കിലും കേടുവരുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡോക്ടർമാരെ കൂലി കൊടുത്തിട്ട് സമ്പത്ത് കൊടുത്തിട്ട് നിർത്തിരുന്ന മൈക്കിൾ ജാക്സൺ ഉണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ, ടോപ്പ് സിംഗർ എന്ന പേരിൽ അറിയപ്പെടുന്ന സഹോദരൻ ഇസ്ലാം മതം സ്വീകരിച്ച് മരിച്ചുവെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ശമ്പളം വാങ്ങിയിരുന്ന മൈക്കിൾ ജാക്സൺ ഉണ്ടല്ലോ, തന്റെ ശരീരം നോക്കാൻ, തന്റെ മുഖം നോക്കാൻ ഒരു ഡോക്ടറായിരുന്നു, നരമ്പുകൾ നോക്കാൻ ഒരു വിഭാഗം ഡോക്ടറായിരുന്നു, തന്റെ ഞരങ്ങൾ, തന്റെ ബ്ലഡുകള്, കാലുകള്, ഓരോ അവയവങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും നോക്കാൻ ഓരോ വിഭാഗത്തിൽപ്പെട്ട പ്രശസ്തരായിട്ടുള്ള എന്റെ പ്രിയമുള്ളവരെ ഡോക്ടർമാരെ വെച്ചിരുന്ന ആ മൈക്കിൾ ജാക്സൺ പോലും 100 വർഷം തികയുന്നതിന് മുമ്പ് മരിച്ചുവെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നാമം മരിക്കേണ്ടവരാ.
നമ്മളും ഈ ലോകത്തോട് വിട പറയേണ്ട ആളുകളാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞില്ലേ, സ്വഹാബാ 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 കുൻ ഫി ദുനിയാ കഅന്നക ഗരീബ്. ഈ ലോകത്ത് നീ ഒരു വിദേശിയെ പോലെ ജീവിക്കണം, സ്വദേശിയെ പോലെ ജീവിക്കരുത്. എപ്പോ വേണമെങ്കിലും പടച്ചുറപ്പിലേക്ക് വിളിത്തുക്കുത്തരം നൽകിക്കൊണ്ട് യാത്ര പോകേണ്ട ആളുകളാണ്. അത് അതിന്റെ മുമ്പായി കൊണ്ട് എന്റെ പ്രിയമുള്ളവരെ 5 വഖ്ത് നമസ്കാരം നമ്മൾ കറക്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ 5 വഖ്ത് നമസ്കാരം നമ്മൾ കൃത്യമായി മുടങ്ങാതെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സ്വഹാബാ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുകയാണ്. ഈ വിനീതന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, മുഅ്മിനീങ്ങളെ, തട്ടമിട്ട പെണ്ണ് പൊട്ടുകുത്തൊട്ടവൾ സഹോദരന്റെ കൂടെ ഓടിപ്പോകുന്ന കാലഘട്ടമാ, ദീൻ പറയാൻ പറ്റാത്ത കാലഘട്ടമാ. യൂട്യൂബിലാകട്ടെ സോഷ്യൽ മീഡിയയിലാകട്ടെ നമ്മുടെ പരിശുദ്ധമായ ദീനിനെ എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ കളിയാക്കുന്നവരുടെ കാലഘട്ടമാണ്. എന്തെന്നില്ലാത്ത വൈകാരികമായ ബുദ്ധിയോടെ നമ്മെ ആക്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്ര പ്രൗഢമായ ഗംഭീരമായ സദസ്സ് സംഘടിപ്പിച്ച എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് ഒരേ ഒരൊറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഏത് വലിയ ജോലിയിലാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും, പ്രയാസത്തിലാണെങ്കിലും പടച്ച റബ്ബിനെ മറക്കല്ല പടപ്പുകളെ, പടച്ചറപ്പിനെ മറക്കല്ല. പള്ളി മിനാരത്തിൽ നിന്ന് പാങ്കുലിയേറുന്ന സമയത്ത് പള്ളിയിലേക്ക് വരാൻ ജമാഅത്തിന് പറ്റുമെങ്കിൽ നിങ്ങൾ സാധ്യമെങ്കിൽ വരണം. എന്നാൽ 2 കാര്യങ്ങൾ നമുക്ക് വുജൂബാണ്. ലോകത്തിന്റെ വരെ കള്ളം പറയാത്ത മദീനത്തെ മുത്തേ സ്വത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു. ആരാണ് ഖുബൈബ് ഇബ്നു അദി എന്നറിയോ എന്റെ പ്രിയമുള്ളവരെ? ഈ ചരിത്രം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമസ്കരിച്ചാലുള്ള 2 പ്രതിഫലങ്ങള്. ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതെന്തോ ആ 2 കാര്യങ്ങൾ, ഹൈലൈറ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. സുവിസ്തരം പ്രതിപാദിക്കേണ്ട വിഷയമാണ്. പക്ഷേ ചുരുക്കി പറയുന്ന പ്രിയമുള്ളവരെ, ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു, ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഖുബൈബ് ഇബ്നു റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ എന്റെ പ്രിയമുള്ളവരെ, ചെറുപ്പക്കാരനാണ്. ചെറുപ്പക്കാരെ ഒന്ന് കേൾക്കണേ, നമ്മുടെ പ്രായമില്ലാത്ത ചെറുപ്പക്കാരൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് വരികയാണ്. ശത്രുക്കൾ വന്നുകൊണ്ട് ഖുബൈബിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മുശ്രിക്കീങ്ങൾ, കാഫിരീങ്ങൾ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. കഴുമരത്തിലേക്ക് കൊണ്ടുപോകുന്നു ഖുബൈബ് ഇബ്നു അദി. ധാരാളം പ്രാവശ്യം ഖുബൈബിനോട് ശത്രുക്കൾ പറഞ്ഞു, ഖുബൈബേ, മുസ്ലിം ആകണ്ട ഖുബൈബേ, മുസ്ലിം ആകണ്ട ഖുബൈബേ, നീ എങ്ങാനും മുസ്ലിമാകാതെ നമ്മുടെ ഈ മതമുണ്ടല്ലോ ബഹുദൈവാരാധനയിലേക്ക് നീ വരികയാണെങ്കിൽ ഖുബൈബേ, നിനക്ക് പെണ്ണ് വേണോ? പെണ്ണ് ഞാൻ തരാം. പണം വേണോ? പണം തരാം. സ്വർഗ സമാനമായ കൊട്ടാരം നിനക്ക് ഞാൻ ഒരുക്കി തരാമെന്ന് പറയുകയാണ് ശത്രുക്കൾ ഖുബൈബിനോട്. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്കൊരു സാധനവും വേണ്ട, ഞാൻ ഇസ്ലാമിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. മഹാനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ കഴുമരത്തിലേക്ക് ശത്രുക്കൾ വലിച്ചു കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെണ്ണുപോലും കെട്ടാത്ത ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ അതാ കഴുമരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. സുബ്ഹാനല്ലാഹ്. കഴുമരത്തിന്റെ അടുത്തെത്തിയപ്പോ ഖുബൈബ് പറഞ്ഞു ശത്രുക്കളോട്, എനിക്കൊരു 2 റക്അത്ത് നമസ്കരിക്കണം. ശത്രുക്കൾ ഖുബൈബിനോട് ചോദിച്ചു, ഖുബൈബേ, അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ ഖുബൈബേ?
ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എടാ എനിക്ക് 2 റക്അത്ത് നമസ്കരിക്കണോ? അങ്ങനെ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. സുജൂദിൽ കിടന്നിട്ട് വല്ലാതെ പൊട്ടിക്കരയുകയാ. പൊട്ടിക്കരഞ്ഞിട്ട് 2 റക്അത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് മഹാനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു പടച്ച റബ്ബിനോട് പറയുകയാ, ഈ ഖുബൈബ് ഇത്ര ഫാസ്റ്റ് ആയിക്കൊണ്ട് ഇത്ര സ്പീഡിൽ ഖുബൈബ് നിസ്കരിച്ചിട്ടില്ല. ഈ ഖുബൈബ് ഇന്നേവരെ ഇങ്ങനെ നമസ്കരിച്ചിട്ടില്ല റബ്ബേ. തുച്ഛമായ സമയമെടുക്കാൻ കാരണം, ഈ ഖുബൈബ് വലിയ സൂറത്ത് ഓതാതിരിക്കാൻ കാരണം, ഞാനെങ്ങാനും നമസ്കാരം ദീർഘിപ്പിച്ചാൽ ശത്രുക്കൾ വിചാരിക്കും എനിക്ക് മരണത്തിനെ ഭയമാണെന്ന്, പേടിയാണെന്ന്. അങ്ങനെ പടച്ച റബ്ബിനോട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരനായ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അതാ കഴുമരത്തിലേക്ക് ശത്രുക്കൾ ചെങ്ങല വലിച്ചു, ചെങ്ങലയിട്ട് കയ്യിൽ കെട്ടിയിട്ട് വലിച്ചു കൊണ്ടുപോവുകയാ. കഴുമരത്തിലേക്ക് കൊണ്ടുപോയിട്ടോ സുബ്ഹാനല്ലാഹ്, കഴുമരത്തിലെത്തിയപ്പോ ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹുവിനെ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മുഖം തിരിച്ചുകൊണ്ട് ശത്രുക്കൾ കഴുമരത്തിൽ കയറിടുകയാണ് കഴുത്തില്. സുബ്ഹാനല്ലാഹ്, ഖുബൈബ് മരണത്തിനോട് മല്ലടിച്ച് കിടക്കുകയാ. ഖുബൈബ് മരണത്തിനോട് മല്ലടിച്ച് കിടക്കുകയാ. അതാ ഖുബൈബ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. വിഷമത്തോടെ ദുഃഖിതനായി നിൽക്കുന്ന ഖുബൈബിന്റെ അടുത്തേക്ക് അതാ ഇറങ്ങി വരികയാ ഖാബിദുൽ അർവാ അസ്റായീൽ, മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ഖുബൈബിനോട് പറയുകയാ, ഖുബൈബേ കരയണ്ടടാ, കരയണ്ടടാ, വിഷമിക്കണ്ടടാ, വ്യസനിക്കണ്ടടാ, സങ്കടപ്പെടണ്ട ഖുബൈബേ, ഞങ്ങളൊക്കെ നിന്റെ കൂടെയുണ്ടടാ. നാളെ നീ പടച്ച റബ്ബിന്റെ അനുഗ്രഹീതമായ സോപാനത്തിലേക്ക് നീ വരും ഖുബൈബേ. അസ്റായീൽ കലിമ ചൊല്ലിക്കൊടുക്കുന്നു. റൂഹ് പിടിക്കുന്ന അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ ഖുബൈബിനെ അതാ കലിമ ചൊല്ലിക്കൊടുക്കുന്നു. എന്റെ ചെറുപ്പക്കാരാ, എന്തുകൊണ്ടാണ് ഖുബൈബിന് മരണസമയത്ത് പോലും കലിമ ചൊല്ലാൻ കഴിഞ്ഞതെന്നറിയോ? നമസ്കാരം മുടങ്ങാതെ ഖലാക്കാതെ ഖുബൈബ് നമസ്കരിച്ചു എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാ. നമ്മളെ വാപ്പ നമുക്ക് വേണ്ട, കലിമ ചൊല്ലിത്തരാൻ നമ്മുടെ മക്കള് വേണ്ട, കലിമ ചൊല്ലിത്തരാൻ ഭാര്യ വേണ്ട, സഹധർമ്മിണി വേണ്ട, പ്രിയപത്നി വേണ്ട, പുത്രന്മാര് വേണ്ട, കൂട്ടുകാര് വേണ്ട. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിത്തരാ അസ്റായീൽ ഇറങ്ങി വരുമെന്ന് അല്ലാഹുവിന്റെ മഹാന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. നമസ്കാരം നിലനിർത്തിയാൽ മതി. കഴിഞ്ഞില്ല എന്റെ പ്രിയമുള്ളവരെ, ഖുബൈബ് ഈ ലോകത്തോട് വിട പറയുകയാ. ഖുബൈബ് ഈ ലോകത്തോട് വിട പറയുകയാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് ഖുബൈബ് യാത്ര പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, കഴുമരത്തിന് താഴെ ശത്രുക്കൾ ഇങ്ങനെ ചുറ്റും കൂട്ടം കൂട്ടമായി നിൽക്കുന്ന ആ കൂട്ടത്തിലേക്ക് ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരിയായ ഒരു യുവതി ഓടി വരികയാ. ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. താഴ്ഭാഗത്ത് ശത്രുക്കൾ കൂട്ടം കൂട്ടമായി നിൽക്കുന്നവിടത്തേക്ക് ഒരു പെണ്ണുതാ ഓടി വരികയാണ്. ചെറുപ്പക്കാരിയായ പെണ്ണ് ഓടി വന്നിട്ട് ആ കൂട്ടം കൂട്ടമായി നിൽക്കുന്ന ശത്രുക്കളോട് പറയുകയാണ്. അവിടെ ഒരുമിച്ച് കൂടിയത് ചെറുപ്പക്കാരായ ശത്രുക്കളായിരുന്നു.
നിങ്ങളെങ്ങാനും ആ കഴുമരത്തിൽ കയറ്റിയത് ഹുബൈബിന്റെ തല എനിക്ക് ആര് കൊണ്ട് തരുന്നുവോ അവർക്ക് ഞാൻ എന്റെ ഈ ശിരസ് കൊടുക്കും. വസ്ത്രം ഇങ്ങനെ പൊളിച്ച് കാണിച്ചു കൊടുത്തിട്ട് തന്റെ നഗ്നമായ ശരീരം ആ യുവാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ കാണുന്ന ഹുബൈബിന്റെ തലയോട്ടി എനിക്കാരാണ് വെട്ടിക്കൊണ്ടുവരുന്നത്, അവർക്ക് ഞാൻ എന്റെ ശരീരം ഉപയോഗിക്കാൻ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ എന്തിനാ തല പൊളിച്ചു കൊണ്ടുവരുന്നത്, എന്തിനാ കഴുത്തറുത്ത് തല കൊണ്ടുവരുന്നത്? ഈ ചെറുപ്പക്കാരി പറയുകയാ, ഞാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്, ഹുബൈബിന്റെ തലയോട്ടിയിൽ കള്ളൊഴിച്ചിട്ട് എനിക്ക് കള്ളു കുടിക്കണോ. നഊദു ബില്ലാഹ്. ഹുബൈബിന്റെ തലയോട്ടി ഉടലിൽ നിന്ന് തല വെട്ടിയെടുത്തിട്ട് ആ തലയോട്ടി എനിക്ക് കള്ളു കുടിക്കണം. അതാ ഈ പെണ്ണ് തന്റെ ശരീരം പൊളിച്ച് കാണിച്ചു കൊടുത്ത് സുന്ദരമായ നഗ്നമേനി കണ്ടപ്പോ ഹുബൈബിന്റെ തലവെട്ടാൻ കഴുമരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഹുബൈബിന്റെ തലവെട്ടാൻ ചെറുപ്പക്കാരായ ആളുകൾ ഓടുകയാണ്. എന്തേ കാരണം? ആ തലയോട്ടി എങ്ങാനും കൊടുത്തു കഴിഞ്ഞാ ശാരീരികമായി എപ്പോ വേണമെങ്കിലും വീഴ്ചയിൽ ഏർപ്പെടാമെന്നാണല്ലോ കരാറ്. ചെറുപ്പക്കാരോടുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, സഹാബ, ഹുബൈബിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ ആരെങ്കിലും ഉണ്ടോ സഹാബ? സ്വഹാബി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാൻ ഹുബൈബിനെ കുളിപ്പിച്ചോളാം, ഞാൻ ഹുബൈബിനെ കഫൻ ചെയ്തോളാം, ഞാൻ ഹുബൈബിനെ മറമാടിക്കോളാം. അങ്ങനെ ആ സ്വഹാബി ഓടി വരികയാണ് കഴുമരത്തിലേക്ക്. സ്വഹാബി ഓടി വരുന്ന സമയത്ത് ശത്രുക്കൾ ഓടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഹുബൈബിന്റെ തലയോട്ടി പൊളിച്ചെടുത്ത് കഴുത്തിൽ നിന്ന് തലയോട്ടി പൊളിച്ചെടുത്ത് വെട്ടിമാറ്റിയിട്ട് സുന്ദരിയായ യുവതിയ ചെറുപ്പക്കാരിക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതാ സഹാബി വരികയാണ്. ശത്രുക്കളും ഓടുകയാണ് തല വെട്ടാൻ വേണ്ടിയിട്ട്. ആ ശത്രുക്കളെ കണ്ടപ്പോ സഹാബി ഈന്തപ്പനയുടെ മുകളിൽ കയറി നിന്നിട്ട് ഈ രംഗം ഇങ്ങനെ കാണുകയാണ്. ഈന്തപ്പന പനയുടെ മുകളിൽ കയറിയിട്ട് എന്താണ് ഹുബൈബിനെ ഇവര് കാണിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്, ഈ രംഗം കാണാൻ വേണ്ടിയിട്ട് പനയുടെ മുകളിൽ കയറി നിൽക്കുമ്പോ എല്ലാവരും ഓടുകയാണ്. എല്ലാവരും തന്റെ വീടുകളിലേക്ക്, തന്റെ രാജ്യത്തിലേക്ക്, തന്റെ നാട്ടിലേക്ക് ഇരച്ചോടുകയാണ്. അതാ ആ സ്വഹാബിയുണ്ടല്ലോ ആ മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി എന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഇലാ ഹദറത്തി റസൂലില്ലാഹ്. ആദരവായ നബി തങ്ങളുടെ അടുത്തേക്ക് പോയിട്ട് പറയാണ്, നബിയേ, യാ റസൂലല്ലാഹ്, ഹുബൈബിന്റെ മയ്യത്ത് കാണാനില്ല, ഹുബൈബിന്റെ മയ്യത്ത് കാണാനില്ല. പനയുടെ മുകളിൽ കയറിയിട്ട് ഹുബൈബിന്റെ മയ്യത്ത് കാണാൻ വന്നവരാ ആര്? സ്വഹാബി. എന്താണ് നടക്കുന്നത് എന്ന് കാണാൻ വന്നതായിരുന്നു. പക്ഷേ ഹുബൈബിന്റെ മയ്യത്ത് കാണുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വഹാബ, ഹുബൈബ് 5 വഖത്ത് നമസ്കരിക്കുന്ന ആളാ, അതുകൊണ്ട് തന്നെ ഹുബൈബിന്റെ ജനാസ ഖബറടക്കിയത്, മയ്യത്ത് ഖബറടക്കിയത് വാനലോകത്തുനിന്ന് മാലാഖമാർ ഇറങ്ങി വന്നിട്ട് ഖബറെ മാന്തിയിട്ട് അതിൽ ജനാസ വെച്ചിട്ട്, മൂടുകല്ല് വെച്ചിട്ട്, മീസാൻ കല്ല് വെച്ചിട്ട്, മൈലാഞ്ചി ചെടികൾ വെച്ച് മാലാഖമാര് പോയിട്ടുണ്ട് സ്വഹാബ. ഒന്ന് ആലോചിച്ച് നോക്കിയതിന്റെ പ്രിയമുള്ളവരെ, 2 കാര്യങ്ങൾ നമസ്കാരം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ, മുടങ്ങാതെ നിർവഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും. ഒന്ന്, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് നമ്മുടെ റൂഹ് പിടിക്കുമ്പോ കലിമത്ത് ചൊല്ലിത്തരും. 2, നമ്മുടെ ജനാസ
നമ്മളെ വാപ്പാര് വേണമെന്നില്ല, നമ്മളെ ഉമ്മാര് വേണമെന്നില്ല, നമ്മളെ മക്കള് വേണമെന്നില്ല. ഈമാനുണ്ടെങ്കിൽ മാലാകമാരിറങ്ങി വന്ന് ഖബറിൽ വെക്കുമെന്ന് പഠിപ്പിക്കുന്ന ചരിത്രമാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. നിസ്കാരം നിലനിർത്താൻ തൗഫീഖ് നൽകണേ റബ്ബേ. ആ ഹുബൈബിന്റെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ നമുക്ക് വലിയ പാഠമാണ്. ഇന്ന് നമ്മൾ കിടന്നുറങ്ങുന്നുണ്ട്, സുഖസുന്ദരമായി നമ്മുടെ മെത്തയിൽ വിരിച്ച കട്ടിലിൽ നമ്മൾ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷേ ഇന്നുറങ്ങിയവൻ നാളെ എണീക്കുമോ എന്നറിയില്ല. ഒരു കവി പാടിയതുപോലെ തുഅമ്മീലു ഫിദ്ദുനിയാ തുവീലൻ വലാ തദ്രീ ഇദാ ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി. ഇന്ന് നമ്മൾ കിടന്നുറങ്ങിയ ആളുകൾ നാളെ രാവിലെ ഉണ്ടാകുമോ എന്നറിയില്ല. ഇന്ന് നാളെ എണീക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ കുപ്പായം ഇസ്തിരിക്കിട്ടുകൊണ്ട് നാളത്തേക്കുള്ള ഷൂ തേച്ച് മിനുക്കിയിട്ട് നാളത്തേക്കുള്ള എല്ലാം തയ്യാറാക്കിയ നമ്മളുണ്ടല്ലോ, നാളെ കിടക്കുന്ന മെത്തയിൽ നിന്ന് എണീക്കുമോ എന്നറിയില്ല. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തിയത്, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത് വമാ ഒരു ശരീരത്തിനും അറിയില്ല നാളെ അവൻ എന്ത് പ്രവർത്തിക്കുമെന്നറിയില്ല, നാളെ അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല, നാളെ അവനിക്ക് വേണ്ട നാളെ ജീവിച്ചിരിപ്പുണ്ടോ, നാളത്തേക്കുള്ളവന്റെ സമ്പത്ത് ഉണ്ടാകുമോ എന്നറിയില്ല, നാളെ എങ്ങനെയാണ് മരിക്കുന്നത്, എവിടെയാണ് മരിക്കുന്നത് എന്നറിയില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവരാ. നിങ്ങളെപ്പോലെ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായിരുന്നു മുഹമ്മദ് അഷ്ഫിൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ. ഇന്ന് മൈലാഞ്ചി ചെടികൾക്കിടയിൽ അന്ത്യവിശ്രമം കൊള്ളുകയോ. കഴിഞ്ഞ വർഷങ്ങളിൽ ദഫ് പ്രോഗ്രാമിന് വേണ്ടി വന്ന കുട്ടിയ അല്ലാ ഖബർ വിശാലമാക്കണേ അല്ലാ. വയസ്സാകണമെന്നില്ല, പ്രായമാകണമെന്നില്ല, റബ്ബിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് പള്ളിക്കാട്ടിലേക്ക് പോകേണ്ടവരാ. ഫലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഫലാ യസ്തതിഊന തൗസിയ. നമ്മളെ വാപ്പയോട്, നമ്മളെ ഉമ്മയോട്, നമ്മളെ മക്കളോട് ഒരു യാത്ര പറയാൻ പോലും നമുക്ക് സാധ്യമല്ല. നമ്മുടെ കൂട്ടുകാരോട് എനിക്കൊന്ന് പൊരുത്തപ്പെടണേ എന്ന് പറയാൻ പോലും അല്ലാഹുവിന്റെ മാലാഖമാർ നമുക്ക് സമയം തരൂല. ഫലാ യസ്തതിഊന തൗസിയ. ഒരു വസിയത്തിന് പോലും മാലാഖമാർ നമുക്ക് സമയം തരൂല. ഞാനൊന്ന് തൗബ ചെയ്യട്ടെ, ഞാൻ എന്റെ നോമ്പുകളൊന്ന് ഖളാ വീട്ടട്ടെ, ഞാനൊന്ന് നമസ്കരിക്കട്ടെ എന്ന് പറയാൻ അല്ലാഹുവിന്റെ മാലാഖമാർ സമയം തരൂല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. അവന്റെ കൂട്ടത്തിലേക്ക് ഭാര്യയോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, ഭർത്താവിനോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, പ്രസവിച്ച ഉമ്മാനോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടെങ്കിൽ, എല്ലുമുറിയെ പണിയെടുത്തിട്ട് ചോര നീരാക്കി നമ്മെ പോറ്റി വളർത്തിയ പിതാവിനോട് പിണങ്ങി നിൽക്കുന്നവരുണ്ടോ? മാപ്പ് പറയണേ, പൊരുത്തപ്പെടിപ്പിക്കണേ. നാളത്തേക്ക് വെക്കല്ലേ ചെറുപ്പക്കാരാ, നാളത്തേക്ക് വെക്കല്ലേ. കാരണമെന്തേ? ഫലാ യസ്തതിഊന തൗസിയ. ഞാൻ എന്റെ ഉമ്മാക്കൊരു
ചുംബനം കൊടുക്കട്ടെ, എന്റെ ഭാര്യയോടൊന്ന് സലാം പറയട്ടെ, എന്റെ മക്കളോട് ഞാനൊന്ന് സലാം പറയട്ടെ എന്ന് പോലും ഈ മാലാഖമാർ അനുവദിക്കില്ല, സമ്മതിക്കില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, ഈ ലോകത്തിന്റെ പിന്നാലെ പോയിട്ട്, സോഷ്യൽ മീഡിയകൾ പിന്നാലെ പോയിട്ട്, പിന്നാമ്പുറം പോയിട്ട്, പ്രിയപ്പെട്ട വാപ്പ, നമ്മുടെ ആയുസ്സിനെ പാഴാക്കല്ലേ. ചെറുപ്പക്കാരാ, ആയുസ്സിനെ കളയല്ലേ. ഓരോ സെക്കൻഡും പടച്ചറപ്പ് 6 മണിക്കൂറുകളെ കൊണ്ട്, റബ്ബേ 6 മണിക്കൂറുകളെ കൊണ്ട് നാളെ മഹ്ശറ വൻസഭയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു എടാ ഈ സെക്കൻഡ് നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ ഉത്തരം പറയാതെ രക്ഷയില്ല, രക്ഷയില്ല, രക്ഷയില്ല. യാ അല്ലാഹ്, ഞങ്ങളെ ഈ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞതെല്ലാം നീ സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും നീ ഖൈറ് നൽകണേ അല്ലാഹ്, ബറക്കത്ത് നൽകണേ അല്ലാഹ്. എത്രയോ ഉമ്മമാരോ, എത്രയോ ചെറുപ്പക്കാരികളോ, എത്രയോ ചെറുപ്പക്കാരായി ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹുവേ, എല്ലാവരുടെയും ഹലാല് മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളെ നൽകല്ല റബ്ബേ, ക്യാൻസർ നീ നൽകല്ലേ അല്ലാഹ്, അൾസർ നൽകല്ലേ റബ്ബേ, ഹാർട്ട് അറ്റാക്ക് നൽകല്ലേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും ഹലാലും മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ശാരീരികമായി, സാമ്പത്തികമായി ഒരുപാട് ആളുകൾ ഇവിടെ സഹായിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, സ്വർഗം നീ വുജൂബാക്കണേ അല്ലാഹ്, നരകം നീ ഹറാമാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ നല്ല രൂപത്തിൽ റബ്ബേ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്തടക്കോ ധാരാളം ആളുകൾ ഇവിടെയുണ്ട് റബ്ബേ. ഒരുപാട് സംഘാടകരുണ്ട്, ഒരുപാട് ഉമറാക്കളുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹ്, അല്ലാഹ്, ഒരാൾക്കും ഒരു പ്രയാസവും നീ നൽകല്ല അല്ലാഹ്. റബ്ബേ, മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ സുന്ദരമായ ദിവസത്തിൽ നല്ലവരുടെ സാന്നിധ്യത്തിൽ മരിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. റബ്ബേ, ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലാഹ്. അവിടെ ഖബറിലേക്ക് നീ മിസ്ലു സവാബിനെ നീ എത്തിക്കണേ അല്ലാഹ്, എത്തിക്കണേ അല്ലാഹ്. എന്തൊരു നല്ല ചെറുപ്പക്കാരാ, ദുആ ചെയ്താലും ചെയ്താലും മതി വരാത്ത പ്രിയപ്പെട്ടവരാ. എന്റെ കൂടെ ഒരുപാട് വട്ടം സിയാറത്തിന് വന്നിട്ടുണ്ട്, ഒരുപാട് മസാറുകൾ ഞങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അല്ലാഹ്. ഒരുപാട് ദീനീ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. അർശിന്റെ തണൽ നൽകണേ അല്ലാഹ്, അർശിന്റെ തണൽ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട ഫലസ്തീനിലുള്ള പാവങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്, നീ സഹായിക്കണേ റഹ്മാനേ. ശത്രുക്കളിൽ നിന്ന് മോചനം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്, റാഹത്ത് നൽകണേ അല്ലാഹ്. വെള്ളമില്ല, ഭക്ഷണമില്ല,
കേറി കിടക്കാൻ ഒരു കൂര പോലുമില്ലാതെ എല്ലാ ഭൂമികളും രക്തഭൂമിയായി മാറിയിട്ടുണ്ടല്ലോ. സമാധാനം നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا وأهلنا مسلمين والحقنا وإياهم بالصالحين وارحمنا وارحم من يرحمنا برحمتك يا أرحم الراحمين.